നമസ്കാരം. വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്നിവിടെ പറയാൻ പോകുന്നത് അശ്വതി ഭരണി നക്ഷത്രക്കാരുടെ ഭാഗ്യദായകങ്ങളായിട്ടുള്ള രത്നവും ഭാഗ്യസംഖ്യയും ഭാഗ്യദിനവും ഭാഗ്യദിക്കും ഭാഗ്യനിറങ്ങളെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിൽ ഈ പറയുന്ന ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നു. ആ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മുടെ ഭാഗ്യനിറം അത് നമ്മൾ അറിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് നേട്ടമാണ്. ഇപ്പോൾ നമ്മളൊരു പെണ്ണ് കാണാൻ പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ഭാഗ്യനിറങ്ങൾ അതിൽ വളരെ ഒരു ഐശ്വര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതറിഞ്ഞ് ആ ഡ്രസ്സൊക്കെ ആ കളറൊക്കെ നമ്മൾ ധരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്നൊക്കെ നല്ലൊരു ഗുണങ്ങളുണ്ടാവും. അതിനൊക്കെ നമ്മുടെ ലോട്ടറി എടുക്കുന്നു. നമ്മളുടേതായിട്ടുള്ള ആ ഭാഗ്യസംഖ്യ അറിഞ്ഞ് നമ്മൾ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിനകത്തൊക്കെ പ്രയോജനം സിദ്ധിക്കും. അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ ഒരു പുതിയ സംരംഭം തുടങ്ങുന്നുണ്ട്, അപ്പോൾ പുതിയൊരു ബിസിനസ് തുടങ്ങുന്നുണ്ട്, നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ ആ ഭാഗ്യദിനം നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ ഏത് ദിവസമാണ് എന്നുള്ളത്. അപ്പോൾ ആ ദിവസം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പുതിയ സംരംഭം ആ ദിവസം നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. അപ്പോൾ പിന്നെ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഉത്തമമായ ഒരു ജ്യോത്സ്യനെ കണ്ടിട്ട് നമ്മൾ ഡേറ്റ് എടുക്കണം. അത് വേറെ, അത് നിങ്ങൾ നക്ഷത്രവുമായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ നല്ല സമയവും ചെയ്ത സമയമൊക്കെ വന്നിരിക്കും. എങ്കിലും നമ്മളത് സെലക്ട് ചെയ്യണമെങ്കിലും കഴിവതും നിങ്ങളുടെ ഭാഗ്യദിനം നിങ്ങൾ അറിഞ്ഞിട്ട് വേണം ഓരോ കാര്യങ്ങൾ, പുതുതായിട്ടുള്ള ഓരോ സംരംഭങ്ങൾ നിങ്ങൾ തുടങ്ങുവാൻ. ഇപ്പോൾ ഞാനീ പറഞ്ഞ കണക്ക് ഇപ്പോൾ നിങ്ങൾ വിവാഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പെണ്ണ് കാണാൻ പോകുന്ന ചടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യനിറം അറിഞ്ഞു എങ്കിൽ ഒരു കാര്യം, നിങ്ങളുടെ ആ ഭാഗ്യ ദിവസവും കൂടെ ആ ഭാഗ്യദിനവും കൂടെ അറിഞ്ഞ് അതനുസരിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഐശ്വര്യപ്രദായകമാണ്. അപ്പോൾ അശ്വതി നക്ഷത്രക്കാരുടെ ഭാഗ്യരത്നം എന്ന് പറയുന്നത് വൈഡൂര്യവും പവിഴവുമാണ്. ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 7ഉം 9ഉമാണ്. ഭാഗ്യദിനം ചൊവ്വാഴ്ചയാണ്. ഭാഗ്യദിക്ക് കിഴക്ക് ദിക്കാണ്. വളരെ നല്ലൊരു ദിക്കാണ് കേട്ടോ. അപ്പോൾ എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക. രാവിലെ എണീക്കുമ്പം തന്നെ കിഴക്കോട്ട് നിന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് വേണം എന്തൊരു കാര്യവും ചെയ്യുവാൻ. ഭാഗ്യനിറം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് ചുവപ്പാണ്. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്ന നക്ഷത്രം എന്ന് പറയുമ്പോൾ ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരുടെ ഭാഗ്യരത്നം എന്ന് പറയുന്നത് വജ്രവും പവിഴവുമാണ്. ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 9ആണ്. ഭാഗ്യദിനം ചൊവ്വയും വെള്ളിയുമാണ്. ഭാഗ്യദിക്കെന്ന് പറയുന്നത് കിഴക്ക് ദിക്കാണ്. ഭാഗ്യനിറം ചുവപ്പാണ്. പിന്നെ അതേ കണക്ക് തന്നെ നമ്മൾ നമ്മുടെ ഭാഗ്യരത്നത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാകുന്ന ചില അസുഖങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ രത്നങ്ങളൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ വളരെയധികം ഒരു ശമനം, നല്ല രീതിയിലൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് നമ്മൾ ഈ രത്നങ്ങളൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയുവാനുള്ളത്. നന്ദി, നമസ്കാരം.